എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള നടപടികൾ വൈകുന്നതെന്ത്? ഭരണം മാറിയിട്ടും സംരക്ഷണമോ? 1995 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ. സർവീസിന്റെ പ്രാരംഭഘട്ടത്തിൽ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു കരിയർ ഓഫീസറായാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ സിറ്റി പോലീസ് കമ്മീഷണറായും ട്രാൻസ്പോർട്ട് കമ്മീഷണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയും അദ്ദേഹം വഹിച്ചു. 2022 വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കെയാണ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽപ്പെട്ട് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറുന്നത്. എന്നാൽ പിന്നീട് സംസ്ഥാനത്തെ ഏറ്റവും നിർണായകമായ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി അദ്ദേഹം നിയമിതനായി. പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായാണ് അജിത് കുമാർ ഭരണകേന്ദ്രങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. വിവാദങ്ങളുടെ തുടക്കവും രാഷ്ട്രീയ കൊടുങ്കാറ്റും 2024 പകുതിയോടെയായിരുന്നു. എം.ആർ. അജിത് കുമാറിനെ ചുറ്റിപ്പറ്റി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച വൻ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് അന്നായിരുന്നു. ഭരണകക്ഷിയിലെ തന്നെ MLA ആയ PV അൻവർ ADGPക്കെതിരെ പരസ്യമായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഫോൺ ചോർത്തലായിരുന്നു ഒരാരോപണം. മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോണുകൾ നിയമവിരുദ്ധമായി ചോർത്തിയെന്ന ആരോപണം. സ്വർണ്ണക്കടത്ത് ബന്ധമായിരുന്നു മറ്റൊന്ന്. കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ ADGPക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന ആക്ഷേപം. തൃശൂർ പൂരക്കലക്കവുമായി ബന്ധപ്പെട്ട് RSS നേതാക്കളായ ദത്താത്രേയ ഹൊസബാലെ, രാം മാധവ് എന്നിവരുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തുവന്നു. ഇത് പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമായി മാറി. തൃശൂർ പൂരക്കലക്കവും ക്രമസമാധാന ചുമതലയിൽ നിന്നുള്ള മാറ്റവും 2024 തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും ഇതിനു പിന്നിൽ ADGP അജിത് കുമാർ ആണെന്നും ആരോപണമുയർന്നു. പൂരം കലക്കി BJPക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ADGP വഴിയൊരുക്കി എന്നതായിരുന്നു ആക്ഷേപം. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ DGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അന്വേഷണ റിപ്പോർട്ടിൽ ADGPയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് 2024 ഒക്ടോബറിൽ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി. പകരം ബറ്റാലിയൻ ADGP ആയി നിയമിച്ചു. വിജിലൻസ് കേസുകളും ഇപ്പോഴത്തെ കോടതി നടപടികളും PV അൻവർ നൽകിയ പരാതികളുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ ADGP അജിത് കുമാറിന്റെ സ്വത്തുക്കളെക്കുറിച്ച് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. അവിഹിത സ്വത്ത് സമ്പാദന കേസ്. തിരുവനന്തപുരം കവടിയാറിൽ നിർമ്മിക്കുന്ന ആഡംബര കൊട്ടാര സദൃശ്യമായ വീടും ബന്ധുക്കളുടെ പേരിലുള്ള ഭൂമി ഇടപാടുകളും വലിയ വിവാദമായി തീർന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ADGP തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിനും അഴിമതി നടത്തിയതിനും പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി. FIR രജിസ്ട്രേഷൻ. വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ പ്രകാരം ADGP അജിത് കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്തു. അഴിമതി നിരോധന നിയമപ്രകാരം ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ നടപടിക്രമങ്ങൾ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. വിജിലൻസ് അന്വേഷണം കൃത്യമായ മേൽനോട്ടത്തോടെ വേഗത്തിലാക്കാൻ കോടതികൾ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സർവീസിലിരിക്കുന്ന ഒരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അഴിമതി കേസിൽ പ്രതിയാകുന്നത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമാണ്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ ADGP എം.ആർ. അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ സാങ്കേതിക വാദം നിരത്തി ന്യായീകരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഞങ്ങളുടെ കുട്ടികളെ മർദ്ദിച്ചവരെ വെറുതെ വിടില്ലെന്ന നിലപാടിൽ നിന്നുമാണ് VD സതീശൻ ഇപ്പോൾ നടപടി വൈകുന്നതിൽ ന്യായീകരണം നിരത്തുന്ന അവസ്ഥയിലെത്തിയത്. BJPക്കെതിരെ നടപടിയെടുക്കുന്നതിൽ നടപടിക്രമം തീരണമെന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം. അതേസമയം അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ കോൺഗ്രസിൽ കടുത്ത അതൃപ്തിയുമുണ്ട്. DGP സ്ഥാനക്കയറ്റം സംബന്ധിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റി ഈ മാസം 20 ചേരാനിരിക്കെ ADGP എം.ആർ. അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വൈകുന്നത് മന്ത്രിതലത്തിൽ അറിഞ്ഞുകൊണ്ടാണ് എന്നതാണ് പ്രധാന ആക്ഷേപം. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാകുമ്പോൾ സർക്കാർ നടപടികൾ നിയമപരമായ പ്രതിസന്ധികളിലേക്ക് നീങ്ങുമോ എന്നതാണ്
എന്നതാണ് പ്രധാന ആശങ്ക. ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി കേരള പോലീസിന്റെ മുഴുവൻ ക്രമസമാധാന നിയന്ത്രണവും കൈപ്പിടിയിലൊതുക്കിയ ഉദ്യോഗസ്ഥനായിരുന്നു MR അജിത് കുമാർ. എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങളും പൂരക്കലക്ക ആരോപണങ്ങളും ഒടുവിൽ വിജിലൻസ് അഴിമതി കേസും കോടതി നടപടികളും അദ്ദേഹത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ വിജിലൻസ് അന്വേഷണ പുരോഗതിയും കോടതി വിധികളും മാത്രമായിരിക്കും ഈ മുതിർന്ന IPS ഓഫീസറുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാവി നിർണ്ണയിക്കുക. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി H. നൂറുദ്ദീൻ.